Hi students, SLC IT sample questions index ഭാഗത്തു നിന്നുള്ള question നോക്കാം. An article about Indian mathematicians are given in exam documents folder in home with the file name mathematicians.ott. Create a table of contents for the article using table of contents and index technique in LibreOffice Writer. Create the table of contents on the first page of the article. Give style heading 1 for subheadings. Subheadings are red in color. Save the modified article in exam 10 folder in home, giving your register number underscore question number as file name. അപ്പോൾ അതിൻ്റെ മലയാളത്തിലുള്ള ക്വസ്റ്റ്യൻ നോക്കുക. ഭാരതീയരായ ഗണിതശാസ്ത്രജ്ഞന്മാരെ കുറിച്ചുള്ള ലേഖനം ഹോമിലെ എക്സാം ഡോക്യുമെന്റ്സ് ഫോൾഡറിലുള്ള mathematicians.ott എന്ന ഫയലിൽ നൽകിയിട്ടുണ്ട്. ഈ ലേഖനത്തിന് ഒരു ഉള്ളടക്ക പട്ടിക തയ്യാറാക്കാം. എങ്ങനെയാണ് ഉള്ളടക്ക പട്ടിക തയ്യാറാക്കാൻ നോക്കാം. അതിനായിട്ട് പ്ലേസസിൽ ഹോം ഓപ്പൺ ചെയ്തു. അതിൽ എക്സാം ഡോക്യുമെന്റ്സ് ഓപ്പൺ ചെയ്യാം. അതിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഫയൽ എന്ന് പറയുന്നത് mathematicians.ott ആണ്. അപ്പോൾ mathematician.ott എന്നുള്ള ഫയൽ ഓപ്പൺ ചെയ്തു. ഇതിൽ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഫസ്റ്റ് തന്നെ പറഞ്ഞത് ഗീവ് സ്റ്റൈൽ ഹെഡിങ് 1 ഫോർ സബ്ഹെഡിങ്സ്. സബ്ഹെഡിങ്സ് എന്ന് പറയുന്നത് റെഡ് ഇൻ കളറാണ്. അപ്പോൾ ആ റെഡ് ഇൻ കളറിലൊക്കെ സെലക്ട് ചെയ്തിട്ട് ഹെഡിങ് 1 കൊടുക്കുക. ഇവിടെ നിന്ന് ഹെഡിങ് 1 കൊടുക്കുന്നു. അപ്പോൾ ഓരോന്നും നമ്മൾ സെലക്ട് ചെയ്തു ഹെഡിങ് 1 കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഹെഡിങ് 1 കൊടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ നമ്മൾ ഫസ്റ്റ് പേജിലായിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ക്രിയേറ്റ് ദ ടേബിൾ ഓഫ് കണ്ടൻസ് ഓൺ ദ ഫസ്റ്റ് പേജ് ഓഫ് ദ ആർട്ടിക്കിൾ. അപ്പോൾ നമുക്കിവിടെ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യണം. അതിനായിട്ട് ജസ്റ്റ് നിങ്ങളുടെ കീബോർഡിൽ കൺട്രോൾ എൻ്റർ പ്രസ് ചെയ്യാം. അപ്പോൾ ഇവിടെ ആയിട്ടൊരു പേജ് ക്രിയേറ്റ് ചെയ്ത് കാണാം. അപ്പോൾ ഈ ഒരു പേജിൻ്റെ അകത്ത് കേഴ്സർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ പേജിൽ നമ്മൾ കേഴ്സർ വെച്ചിട്ടുണ്ട്. ഇനി ഇൻസേർട്ട് എന്നുള്ളത് ക്ലിക്ക് ചെയ്തു. അതിൽ ടേബിൾ ഓഫ് കണ്ടൻസ് ആൻഡ് ഇൻഡെക്സിൽ ടേബിൾ ഓഫ് കണ്ടൻസ് ആൻഡ് ഇൻഡെക്സ് കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ചേഞ്ച് ഒന്നും വരുത്തണ്ട, ജസ്റ്റ് ഓക്കെ എന്ന് മാത്രം പ്രസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്കിവിടെ ഇൻഡെക്സ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളോട് ഇത് പറഞ്ഞിരിക്കുന്നത് സേവ് ചെയ്യാനാണ്. സേവ് ദ മോഡിഫൈഡ് ആർട്ടിക്കിൾ ഇൻ എക്സാം 10 ഫോൾഡർ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഫയലിൽ സേവ് ആസ് എന്നുള്ള ഓപ്ഷൻ എടുത്തു. ഹോമിൽ എക്സാം 10ൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ കൊടുക്കുക. _ question number 2 എന്ന് കൊടുത്തു സേവ് കൊടുക്കുന്നു. ഓക്കെ, താങ്ക് യു.